അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് കാലിക്കറ്റ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് കമ്പനി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ബസ് കയറിയിട്ടാണ് ഹൈലൈറ്റ് മാളിലേക്ക് പോയത്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അവിടെ നിന്ന്. ഞങ്ങൾ ആകെ വയ്യാതെയായി അവിടെ എത്തുമ്പോഴത്തേനും. പിന്നെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറയുകയാണ് ഇവിടെ എത്താറായി എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാൾ എത്തിയിട്ട് കുറച്ച് കറങ്ങി സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ കമ്പനിത്തെ ആൾ ഞങ്ങൾക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇന്ന സ്ഥലത്താണെന്നൊക്കെ. പിന്നെ ഞങ്ങൾ പൊട്ടത്തിയാളായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഞങ്ങൾ അതിനൊക്കെ കണ്ടുപിടിച്ച് പിന്നെ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറിയിട്ട് അങ്ങോട്ട് പോയി. അവിടുത്തെ ആളാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്റ്റാഫിനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവരെ കൂടെ കമ്പനിക്കൊക്കെ പോയി. പിന്നെ കമ്പനിയിൽ പോയിട്ട് ആ സാറിനായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഡൊമൈനെ പറ്റിയിട്ടൊക്കെ തന്നെ സംസാരിച്ച് പിന്നെ അതിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന്. പിന്നെ ഹൈലൈറ്റ് മാളിൻ്റെ ആൾ വരെ പോയിട്ട് എങ്ങനെ ഹൈലൈറ്റ് മാളിൽ കയറാതെ വരിക. അപ്പോൾ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ കയറി. ഇവരൊക്കെ ആണെങ്കിൽ എസ്കലേറ്ററിൽ കയറി. ഞാനാണെങ്കിൽ ലിഫ്റ്റിലാണ് പോയത്. ഞാൻ വേറെ ഫ്ലോറിലും ഇവർ വേറെ ഫ്ലോറിലും. അങ്ങനെ ഇവരിൻ്റെ അടുത്തേക്ക് എങ്ങനെയൊക്കെ എത്തി. പിന്നെ ഞങ്ങളൊരു ആവശ്യമില്ലാതെ ഓരോ കടയിലൊക്കെ ഇങ്ങനെ കയറുന്നുണ്ട്. ഒരു ആവശ്യമില്ലാതെ ഞങ്ങളൊന്നും മേടിക്കില്ല, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് കയറുകയാണ്. അഭിരാമി ആണെങ്കിൽ വെറുതെ ഓരോന്നും ഇങ്ങനെ നോക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോയത്. ഞാനൊരു ബോധം വന്നത് ഈ കോഴിക്കോട് വരെ വന്നിട്ട് SM സ്ട്രീറ്റിൽ കയറാതെ എങ്ങനെ വീട്ടിൽ പോവുക. അപ്പോൾ ഞങ്ങൾ XM സ്ട്രീറ്റിലും കൂടെ കയറി എന്നിട്ട് വീട്ടിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ.